നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൃഹനിർമ്മാണത്തിനായി ഒരു ഭൂമിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കിഴക്ക് ഭാഗത്ത് റോഡുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ കാലഘട്ടത്തിൽ ചെറിയ ഫ്ലോട്ടുകളായിരിക്കും നമുക്ക് ഗൃഹനിർമ്മാണത്തിനായി കിട്ടുന്നത്. റോഡിൽ നിന്നും ഗൃഹത്തിലേക്ക് കയറാനുള്ള വഴി ഉത്തമ സ്ഥാനത്തായിരിക്കണം. ഉത്തമ സ്ഥാനം എന്ന് പറയുമ്പം ഉച്ചസ്ഥാനത്ത് വരണം. ഉച്ചസ്ഥാനം എവിടെയാണ്? ആ പ്ലോട്ടിൻ്റെ കിഴക്ക് ഭാഗത്തെ രണ്ടായി ഭാഗിച്ചാൽ, അതായത് തെക്ക് വടക്ക് നീളത്തെ രണ്ടായി ഭാഗിച്ചാൽ വടക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗമാണ് അതിൻ്റെ ഉച്ചസ്ഥാനം. തെക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗം നീചസ്ഥാനവുമാണ്. റോഡിൽ നിന്നും പ്ലോട്ടിലേക്ക് കയറാനുള്ള വഴി അതിൻ്റെ ഉച്ചസ്ഥാനത്ത് തന്നെ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചെറിയ പ്ലോട്ടുകളിൽ ഗൃഹനിർമ്മിതി ചെയ്യുമ്പോൾ നമുക്ക് വാസ്തുവിധി പ്രകാരം കണ്ണം തിരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത്, കിഴക്കും വടക്കും കൂടുതൽ കാലിസ്ഥലം വരത്തക്ക രീതിയിലായിരിക്കണം അതിൻ്റെ പ്ലാൻ തയ്യാറാക്കേണ്ടതും അതിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തേണ്ടതും. അതായത് പടിഞ്ഞാറും തെക്കും ഭാഗങ്ങളിൽ കാലിസ്ഥലം കുറവായിരിക്കണം. ആ ഗൃഹത്തിൻ്റെ സിറ്റ് ഔട്ട് കൊടുക്കുമ്പോൾ കിഴക്ക് വടക്ക് ഭാഗത്തായി വരത്തക്ക രീതിയിലായിരിക്കണം. അപ്പോൾ അവിടെ തന്നെ പ്രധാന വാതിലും വരും. അതായത് ഗൃഹത്തിൻ്റെ ഉച്ചസ്ഥാനത്ത് തന്നെ പ്രധാന വാതിലും വരും. ആ ഗൃഹത്തിൻ്റെ പ്രധാന കിടപ്പുമുറി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ക്രമീകരിക്കണം. അതേപോലെ അടുക്കളയുടെ ഉത്തമ സ്ഥാനം തെക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് റോഡുള്ള കിഴക്കോട്ട് ദർശനമായ വീടാകുമ്പോൾ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള കൊടുക്കുന്നതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ നമുക്ക് രണ്ടാം സ്ഥാനമായ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. അടുക്കളയുടെ സ്ഥാനം വടക്കും കിഴക്കും ആകാമെന്ന് പറയുന്നെങ്കിലും വടക്ക് പടിഞ്ഞാറ് സ്ഥാനം നിശ്ചയിക്കുമ്പോൾ അത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് പലരും പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന രീതിയിലാണ് വടക്ക് പടിഞ്ഞാറ് സ്ഥാനത്ത് അടുക്കള നിർമ്മിക്കുന്നത്. അത് തെറ്റായ പ്രവണതയാണ്. അപ്പോൾ നമുക്കവിടെ ചെയ്യാൻ കഴിയുന്നത്, ആ അടുക്കളയുടെ ഭാഗത്ത് തന്നെ വടക്കോട്ട് തള്ളി, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്കോട്ട് തള്ളി ഒരു വർക്ക് ഏരിയ ചെയ്തുകൊണ്ട് അവിടെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്ലാബ് ക്രമീകരിക്കണം. അപ്പോൾ കിഴക്ക് നിന്നുള്ള പ്രഭാത സൂര്യരശ്മികൾ നമുക്ക് കിട്ടുകയും ചെയ്യും. പ്രഭാത രശ്മികൾ കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ആ കിഴക്കും വടക്കും അടുക്കളയുടെ സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസ് നിർമ്മിക്കുമ്പോൾ നമുക്ക് ആ ഗൃഹത്തിൻ്റെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. അത് തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ കയറുന്ന രീതിയിലായിരിക്കണം. അതേപോലെ തന്നെ അത് വലത് തിരിഞ്ഞ് കയറത്തക്ക രീതിയിലായിരിക്കണം സ്റ്റെയർ കേസ് ക്രമീകരിക്കേണ്ടത്. ടോയ്ലറ്റിൻ്റെ സ്ഥാനം കിഴക്ക് വടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ടോയ്ലറ്റ് വരാൻ പാടില്ല. അവിടെ ശുദ്ധമായിരിക്കേണ്ട സ്ഥാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കിഴക്ക് വടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ടോയ്ലറ്റ് നിർമ്മിക്കരുത്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ അഗ്നികോണാണ്. അഗ്നിയും ജലവും വിരുദ്ധ ശക്തികളായതിനാൽ അവിടെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ നമുക്ക് സ്ഥാനം നിർണ്ണയം നടത്താൻ ഉത്തമ സ്ഥാനം നമുക്ക് വടക്ക് പടിഞ്ഞാറ് സ്ഥാനമാണ്. വടക്ക് പടിഞ്ഞാറ് സ്ഥാനത്തായിട്ട് നമുക്ക് സൂത്രങ്ങളെ വേദിക്കാതെ, മൃത്യുസൂത്രത്തെ വേദിക്കാതെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് നിർമ്മിക്കാം. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിന് സ്ഥാനം നിശ്ചയിക്കുമ്പോഴും ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കിഴക്ക് വടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ശുദ്ധമായിരിക്കേണ്ട സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ കിഴക്ക് വടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ടോയ്ലറ്റും വരാൻ പാടില്ല, സെപ്റ്റിക് ടാങ്കും വരാൻ പാടില്ല. അതേപോലെ തന്നെയാണ് അഗ്നികോണിൽ തെക്ക് കിഴക്ക് അഗ്നികോണിലും ഈ ജലസാന്നിധ്യം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ടോയ്ലറ്റും സെപ്റ്റിക് ടാങ്കും ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പൂജാമുറിക്ക് ഉത്തമ സ്ഥാനം കിഴക്കും വടക്കും ആകാമെന്ന് പറയുന്നു എങ്കിലും കിഴക്ക് വടക്ക് ഭാഗത്ത് വരുന്നതായിരിക്കും ഉത്തമം. മതിൽ കെട്ടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്,
തെക്കും പടിഞ്ഞാറും ഭാഗത്തുള്ള മതിലിനേക്കാൾ ഉയരം കുറവായിരിക്കണം കിഴക്കും വടക്കുമുള്ള മതിലിൻ്റെ ഉയരം. അപ്പോൾ കിഴക്ക് ഭാഗത്ത് നമ്മൾ മതിലിൻ്റെ ഉയരം കുറച്ചുകൊണ്ട് തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ഉയരം കൂട്ടി നമുക്ക് മതിൽ കെട്ടാം. അതുപോലെ തന്നെ വൃക്ഷങ്ങളും ചെടികളും ഗൃഹപരിചരണത്തിൽ പരിപാലിക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് നമുക്ക് ഉയരമുള്ള ഒന്നും തന്നെ വരാൻ പാടില്ല. ഉയരമുള്ള ഒന്നും വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ വൃക്ഷങ്ങൾ മാത്രമല്ല, ഉയരമുള്ള ഒന്നും തന്നെ കിഴക്ക് ഭാഗത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് മണമുള്ളതും പുഷ്പിക്കുന്നതുമായ കൊച്ചു ചെടികൾ പരിപാലിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ആ ഗൃഹത്തിൻ്റെ കിണറിൻ്റെ സ്ഥാനം കിഴക്കും വടക്കും ആകാമെന്ന് പറയുന്നുവെങ്കിലും കിഴക്ക് വടക്ക് ഭാഗത്താണ് കിണറിന് ഉത്തമ സ്ഥാനം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് തീരെ ചെറിയ പ്ലോട്ടുകളായിരിക്കും. അപ്പോൾ നമുക്കവിടെ കിഴക്ക് വടക്ക് ഭാഗത്ത് കിണർ നിർമ്മാണത്തിന് ഉചിതമായി വരാൻ സാധ്യത കുറവാണ്. കാരണം കർണസൂത്രം വേദിച്ചുകൊണ്ടായിരിക്കും വരാറുള്ളത്, കാരണം ചെറിയ പ്ലോട്ടുകളാകുമ്പോൾ. അപ്പം കിഴക്കോ വടക്കോ കിണറിന് സ്ഥാനം നിശ്ചയിക്കാം. വലിയ പറമ്പാണെങ്കിൽ പ്രശ്നമില്ല, കിഴക്ക് വടക്ക് ഭാഗത്ത് തന്നെ നമുക്ക് കർണസൂത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ കിണർ നിർമ്മാണം വളരെയധികം ശ്രദ്ധിക്കണം. കിഴക്കും വടക്കും ആകാമെന്നാണ്. കിഴക്ക് വടക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളെയും നമുക്ക് നൽകും. കിഴക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകുമെന്നാണ്. വടക്ക് വാഴ്ത്തുന്ന കൈ എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് കിഴക്ക് റോഡുള്ള ഭൂമിയിൽ വീട് നിർമ്മിക്കുമ്പോൾ നമുക്കത് ഉത്തമമാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.